ശിവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി ആലുവ മണപ്പുറം. വൻ തിരക്ക് കണക്കിലെടുത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ഭക്തജനങ്ങൾക്കായി 116ഓളം ബലിത്തറ ഒരുക്കിയിരിക്കുന്നു. വിശദാംശങ്ങളുമായി ശ്രീലക്ഷ്മി ചേരുന്നു. ശ്രീലക്ഷ്മി, എവിടെ വരെയായി ശിവരാത്രി ആഘോഷങ്ങൾക്കുള്ള ആലുവ മണപ്പുറത്തെ ഒരുക്കങ്ങൾ? ഭദ്ര, 2 വർഷത്തെ കോവിഡിനെ തുടർന്ന് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ശിവരാത്രി മണപ്പുറത്ത് നിയന്ത്രണങ്ങളില്ലാത്ത ബലിതർപ്പണം നടക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്ര ദർശനത്തിനായും ബലിതർപ്പണത്തിനായും എല്ലാം നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ നീണ്ട നിരയാണ് അമ്പലത്തിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മണിക്കൂറുകളോളം ക്യൂ നിന്ന് ക്ഷേത്ര ദർശനം നടത്തി ബലിതർപ്പണം നടത്തി പോകാനാണ് ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ സാധാരണ രീതിയിലുള്ള ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള പ്രധാന ബലിതർപ്പണ ചടങ്ങുകൾ ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയായിരിക്കും ആരംഭിക്കുക. തിങ്കളാഴ്ച അമാവാസി അതിനാൽ നാളെയും തിങ്കളാഴ്ച രാവിലെ ഒരു 11 മണി വരെ ബലിതർപ്പണം നടത്തും എന്നാണ് ദേവസ്വം ബോർഡും ക്ഷേത്രം ഭാരവാഹികളും എല്ലാം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ നിരവധി ആളുകൾ സാധാരണ രീതിയിലുള്ള ബലിതർപ്പണം നടത്തുന്നുണ്ട്. ഇവിടെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ആലുവ നഗരസഭയും അഗ്നി സുരക്ഷാ സേനയും പോലീസും എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത്. 2000 പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 116 ബലിതർപ്പണ പീഠങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ പോലീസിന്റെ സുരക്ഷയും സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സൗജന്യ അന്നദാന വിതരണവും ഉണ്ട്. ഇതിനായുള്ള അന്നദാന വിതരണം ചെയ്യുന്ന മണ്ഡപത്തിന്റെ ഉദ്ഘാടനം അടക്കം രാവിലെ നിർവഹിച്ചു കഴിഞ്ഞിരുന്നു. രാവിലെ തന്നെ ഇവിടെ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭദ്ര, കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ശിവരാത്രി ആഘോഷങ്ങൾക്കാണ് ഇപ്പോൾ ആലുവ മണപ്പുറം സാക്ഷ്യം വഹിക്കുന്നത്. വൻ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസും അതുപോലെ തന്നെ നഗരസഭാ അധികൃതരും. ഭക്തജനങ്ങൾക്കായി 116 ബലിത്തറയാണ് ഒരുക്കിയിട്ടുള്ളത്. ശ്രീലക്ഷ്മി, അതുപോലെ തന്നെ ജനങ്ങളുടെ തിരക്ക് എത്രത്തോളം ഉണ്ട്? അത് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സുരക്ഷാ സജ്ജീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്? ഭദ്ര, ഇന്ന് ഉച്ച മുതൽ നാളെ രാവിലെ വരെയോളം ഇന്ന് വൈകുന്നേരം മുതൽ നാളെ ഉച്ച വരെയോളം ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ രാവിലെ മുതൽ തന്നെ ഈ ആലുവ ശിവരാത്രി മണപ്പുറത്തേക്കുള്ള ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിനായി പോലീസ് ഉൾപ്പെടെ നിരത്തിലുണ്ട്. കൂടുതൽ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ ഇന്ന് കൂടുതൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശിവരാത്രി ശിവനെ ദർശനം നടത്തിയതിനു ശേഷം രാത്രി വ്രതം നോറ്റു ഉറക്കലുകൾ ഉൾപ്പെടെ നടത്തിയ ശേഷം രാവിലെ ബലിതർപ്പണത്തോടു കൂടിയാകും ഭക്തജനങ്ങൾ മടങ്ങുക അധികൃതർ ഉൾപ്പെടെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. കൂടാതെ തിരക്ക് വർദ്ധിച്ച ആളുകൾക്ക് അപകട സാധ്യത അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇവർക്ക് വേണ്ട ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെയും മണപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കളക്ടറക്കം ആലുവ മണപ്പുറം സന്ദർശിച്ച് ഭക്തജനങ്ങൾക്കായുള്ള ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തിയിരുന്നു. ശിവരാത്രി ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആലുവയിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ശ്രീലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകുന്നത്. ശ്രീലക്ഷ്മി, അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നെല്ലാം തന്നെ ഭക്തജനങ്ങൾ വരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതെ ഭദ്ര, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ശിവരാത്രി മണപ്പുറത്ത് ബലിതർപ്പണത്തിനായി ഈ എറണാകുളത്തുള്ളവർ മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗത്തും ഇവിടെ ബലിതർപ്പണം നടത്താനായും അത് നടത്തിക്കുന്നതിനായും എല്ലാം തന്നെ പല ജില്ലകളിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് കനത്ത സുരക്ഷകളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ബലി അർപ്പിക്കുന്ന യാത്രമാണ് ആരംഭിച്ചിരിക്കുന്നത്. അർദ്ധരാത്രിയോട് കൂടിയാകും കൂടുതൽ ശിവരാത്രിയോടെ ബലിതർപ്പണങ്ങളും മറ്റു ഉൾപ്പെടെ നടക്കാനുള്ളത്. അതൊക്കെ ഇനി വരുന്ന വൈകുന്നേരത്തോടു കൂടി തന്നെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ആരംഭിക്കും. നിലവിൽ എല്ലാ തരം ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറും പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരെല്ലാം ഇവിടെ സന്ദർശിക്കുകയും ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തുകയും ചെയ്തിരുന്നു.
നിലവിൽ ആളുകൾ ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഭദ്ര ഉള്ളത്. ശ്രീലക്ഷ്മി, നേരത്തെ ഒരു മരണം സംഭവിച്ചു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മുങ്ങി മരണം, അതേക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? ഭദ്ര, നിലവിൽ ഇവിടെ ബലിതർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ആലുവ പുഴയിലാണ് ബലിതർപ്പണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. നിലവിൽ കൂടുതൽ ആഴത്തിലേക്കൊന്നും ആളുകൾ പോകാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ ഇവിടെ നടത്തിയിരിക്കുന്നുണ്ട് ഭദ്ര. ശരി, ആ വാർത്ത ശ്രീലക്ഷ്മിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് കരുതുന്നത്. നേരത്തെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. ഏലൂർ സ്വദേശിയാണ് മുങ്ങി മരിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ശ്രീലക്ഷ്മിയാണ് വിശദാംശങ്ങൾ ആലുവ മണപ്പുറത്ത് നിന്ന് നൽകിയത്. കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ശിവരാത്രി ആഘോഷത്തിനാണ് ആലുവ മണപ്പുറം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വൻ ഭക്തജന തിരക്ക് തന്നെയാണ് ആലുവ മണപ്പുറത്ത് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷാ ഒരുക്കങ്ങൾ, വലിയ രീതിയിലുള്ള സുരക്ഷാ ഒരുക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉള്ളത്. CCTV ക്യാമറകളും അതുപോലെ തന്നെ കൺട്രോൾ റൂം തുറക്കുകയും അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ട്. നഗരസഭ അധികൃതരും കളക്ടറും എല്ലാം തന്നെ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഭക്തജനങ്ങൾക്കായി 116 ബലിത്തറയാണ് ഒരുക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്ന് ഭക്തർ ആലുവ മണപ്പുറത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് ശ്രീലക്ഷ്മി ചിറമാൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം.